മന്ത്രിയുടെ മാടമ്പെത്തുമോ എന്നതാണ് ചോദ്യം. ചർച്ചയിൽ CPM പ്രതിനിധിയായ അഡ്വക്കേറ്റ് KS അരുൺകുമാർ, സാമൂഹ്യ നിരീക്ഷകരായ സണ്ണി M കബിക്കാട്, ദിനു വേൽ, രാഹുൽ ഈശ്വർ, ഒപ്പം മിഥുൻ വിജയകുമാർ വലത് നിരീക്ഷകനും ചർച്ചയിലുണ്ട്. ആദ്യം ശ്രീ അരുൺകുമാറിലേക്ക് പോകുന്നു. അഡ്വക്കേറ്റ് KS അരുൺകുമാർ, ബജറ്റിൽ കേരളത്തിന് എന്ത് കിട്ടി എന്നുള്ള ചർച്ചകൾ നടക്കുകയായിരുന്നല്ലോ. അപ്പോഴാണ് ജോർജ് കുര്യന്റെ പ്രതികരണം വരുന്നത്. ഇവിടെ വിദ്യാഭ്യാസപരമായും അല്ലാതെയും പിന്നാക്കമാണെന്ന് കേരളം പറയട്ടെ, അപ്പോൾ ഒരു കമ്മീഷനെ വെച്ച് ആലോചിക്കാം എത്ര തുക നൽകണമെന്ന്. അല്ലാതെ കേരളം പോലൊരു സംസ്ഥാനത്തിന് ഇപ്പോൾ വിഹിതമില്ല എന്നതാണ് ഇന്നലെ ജോർജ് കുര്യൻ പറഞ്ഞത്. അതിനുശേഷം സുരേഷ് ഗോപിയും അതുമായി ബന്ധപ്പെട്ട് കേരളം ഇങ്ങനെ കരഞ്ഞു നടന്നിട്ട് കാര്യമില്ല, പുലമ്പിയിട്ട് കാര്യമില്ല എന്നാണ് ഇന്ന് ഈ വിവാദ പ്രസംഗത്തിൽ തന്നെ ആദ്യ ഭാഗത്ത് പറഞ്ഞത്. പിന്നീട് നടത്തിയ പ്രസംഗവും ഇപ്പോൾ താങ്കളും കേട്ടിരിക്കുമല്ലോ. ഇത് യഥാർത്ഥത്തിൽ എന്താണ് സുരേഷ് ഗോപി ഇതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്? ഇവിടെ ഈ ബജറ്റിൽ കേന്ദ്രത്തോട് കേരളം നടത്തിയ ആവശ്യങ്ങളൊന്നും പരിഗണിച്ചിട്ടില്ല എന്ന യാഥാർത്ഥ്യം ഇന്നലെ മുതൽ നമ്മൾ ചർച്ച ചെയ്യുകയാണ്. ഒരു തരത്തിലുള്ള ആവശ്യവും പരിഗണിക്കാതെ കിട്ടിക്കൊണ്ടിരിക്കുന്ന വിഹിതത്തിൽ ഒരു ആനുപാതികമായിട്ടുള്ള വർധനവുമില്ല. രാജ്യത്തെ ജനസംഖ്യയുമായി ബന്ധപ്പെടുത്തി താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ 1.86% കേരളത്തിന്റെ ജനസംഖ്യ. പക്ഷെ നമുക്ക് ഈ ബജറ്റിൽ അനുവദിച്ചിരിക്കുന്ന ആ വിഹിതം അതിന്റെയൊക്കെ പകുതിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 2 കേന്ദ്രമന്ത്രിമാരുണ്ട് ഇവിടുന്ന്. ഈ കേന്ദ്രമന്ത്രിമാർ ബജറ്റിന് മുമ്പ് ഏറ്റവും ശക്തമായി കേരളത്തിന്റെ ആവശ്യത്തോട് ഒരുമിച്ച് നിൽക്കേണ്ടതാണ്. MP-മാരുടെ യോഗമെല്ലാം നമ്മൾ വിളിച്ച് കേരളത്തിന്റെ ഓരോ ആവശ്യവും പരിഗണിക്കാൻ വേണ്ടിയിട്ടുള്ള ചിട്ടയായിട്ടുള്ള ഇടപെടലാണ് സംസ്ഥാന ഗവൺമെന്റ് നടത്തിയത്. പക്ഷേ ഒരു തരത്തിലും കേരളത്തിന് അനുഭാവപൂർവ്വമായിട്ടുള്ള ഒരു നടപടി ഈ മന്ത്രിമാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ലെന്ന് മാത്രമല്ല, ഈ ബജറ്റ് വന്നതിന് ശേഷം ആക്ഷേപകരമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ബജറ്റിന്റെ തലേദിവസമാണ് സാമ്പത്തിക സർവേ ലോകസഭയുടെ മുന്നിൽ വച്ചത്, ലോകസഭയിലും രാജ്യസഭയിലും വച്ചത്. ആ സാമ്പത്തിക സർവേയിൽ എല്ലാ രംഗത്തും ഒന്നാമതെത്തിയിരിക്കുന്ന സംസ്ഥാനം കേരളമാണ്. മാനവ വിഭവ സൂചികയിലും സുസ്ഥിര വികസന സൂചികയിലും കേരളം തന്നെയാണ്. കേരളത്തിന്റെ പഞ്ചായത്ത് രാജ് സംവിധാനങ്ങളുമെല്ലാം ഒരു പ്രാദേശിക ഗവൺമെന്റ് എന്ന രൂപത്തിൽ ഏറ്റവും മാതൃകാപരമായി പ്രവർത്തിക്കുന്ന റിപ്പോർട്ട് ചൂണ്ടിക്കാണിച്ചതിന് ശേഷമാണ് ബജറ്റ് അവതരിപ്പിക്കുന്നത്. ആ ബജറ്റിൽ നമുക്ക് അർഹതപ്പെട്ട ആവശ്യങ്ങൾ അനുവദിച്ചില്ല. നമ്മുടെ സ്പെഷ്യൽ പാക്കേജുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒന്നും പറഞ്ഞില്ല. രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ 3ാമത്തെ പ്രകൃതി ദുരന്തമാണ് ചൂരൽമലയിലും മുണ്ടക്കയിലും ഉണ്ടായത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളൊരു സ്പെഷ്യൽ പാക്കേജ് ആവശ്യപ്പെട്ടിരുന്നു. പ്രധാനമന്ത്രി തന്നെ ഓഗസ്റ്റ് മാസം 10-ാം തീയതി ഈ സംസ്ഥാനത്ത് വന്ന് ചൂരൽമല സന്ദർശിച്ച് ദുരിതാശ്വാസ ക്യാമ്പുകൾ കണ്ട് ഞങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് ഒപ്പമുണ്ട്, എല്ലാ തരത്തിലും നിങ്ങളുടെ ആവശ്യം പരിഗണിക്കും, സ്പെഷ്യൽ പാക്കേജ് അനുവദിക്കും എന്ന് പറഞ്ഞ് തിരിച്ചു പോയതാണ്. ഓഗസ്റ്റ് മാസം 17-ന് ഡീറ്റെയിൽ റെപ്രസെന്റേഷൻ കൊടുത്തു. അതിനുശേഷം നിരവധി ആവശ്യങ്ങൾ ഉന്നയിക്കുകയുണ്ടായി. പക്ഷേ അത്തരത്തിലൊരു സ്പെഷ്യൽ പാക്കേജ് പോയിട്ട് വയനാട് എന്നുള്ളൊരു വാക്കോ അല്ലെങ്കിൽ കേരളം എന്ന ഒരു വാക്കോ പോലും ഈ 2 മണിക്കൂർ നീണ്ടുനിന്ന ബജറ്റ് പ്രസംഗത്തിൽ ധനകാര്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായില്ല. എന്നിട്ട് ആ വിഹിത നിഷേധത്തിനെതിരെ, നീതി നിഷേധത്തിനെതിരെ പലതരത്തിൽ എല്ലാ വിഭാഗം ആളുകളിൽ നിന്ന് പ്രതിഷേധമുണ്ടായപ്പോഴാണ് ആദ്യ കേന്ദ്രമന്ത്രി പറഞ്ഞത് കേരളം പിന്നോക്കമാണ് എന്ന് പ്രഖ്യാപിച്ചാൽ പരിഗണിക്കാമെന്ന്. അതായത് കേന്ദ്രം നടത്തിയ സാമ്പത്തിക സർവേയിൽ കണ്ടെത്തിയ വിവരങ്ങൾ, വസ്തുതാപരമായിട്ടുള്ള വിവരങ്ങൾ തെറ്റാണെന്നും ഞങ്ങൾക്ക് അതൊന്നും അത്തരം നേട്ടങ്ങളൊന്നുമില്ല, ഞങ്ങൾ എല്ലാ മേഖലയിലും റോഡായാലും സാമൂഹ്യ വികസനത്തിലായാലും വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിലൊക്കെ ഞങ്ങൾ പിന്നോക്കമാണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആവശ്യം പരിഗണിക്കാം എന്ന രൂപത്തിൽ വളരെ നിഷേധാത്മകമായിട്ടുള്ള ഒരു നിലപാടാണ് ഒരു മന്ത്രി സ്വീകരിച്ചത്. അടുത്ത മന്ത്രി നമുക്കറിയാം കേരളം ഇങ്ങനെ പുലമ്പിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അദ്ദേഹം തെരഞ്ഞെടുപ്പ് സമയത്ത് എന്താ പറഞ്ഞത്? എയിംസ് കൊണ്ടുവരും, അതുപോലെ തന്നെ ശബരി റെയിൽവേയുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതി യാഥാർത്ഥ്യമാക്കും, കേരളത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റം വരുത്താനുള്ള ഇടപെടൽ നടത്തും, എല്ലാ രംഗത്തും വികസനം കേരളത്തിലേക്ക് ഒഴുക്കാൻ വേണ്ടിയിട്ടുള്ള നടപടി എല്ലാം ധാരണയാക്കി വച്ചിരിക്കുകയാണ്. ഞാൻ ജയിച്ച മന്ത്രിയായി കഴിഞ്ഞാൽ എല്ലാം കേരളത്തിൽ ഓക്കെയാണെന്ന് പറഞ്ഞ മന്ത്രിയാണ്. തൃശൂരിന്റെ ആവശ്യത്തിന് മാത്രമായി 4 ക്യാബിനറ്റ് മന്ത്രിമാരെ ആജ്ഞാനുവർത്തിയായി നിയമിക്കാൻ ആവശ്യപ്പെട്ടു എന്ന് വരെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രചാരണ സമയത്ത്. അതെ 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 ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഒരാൾ പോലും പറയാത്ത തരത്തിലുള്ള ഏറ്റവും വികൃതമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെയാണ് പറഞ്ഞത്. ഒരു മന്ത്രിയെ സഹായിക്കാൻ വേറെ 4 മന്ത്രിമാർ, MP-മാർ എന്ന രൂപത്തിലൊക്കെ. ഇതൊക്കെ നമ്മൾ അന്ന് വളരെ ഗൗരവത്തിൽ തന്നെ ചർച്ച ചെയ്തതാണ്. പക്ഷെ ഏറ്റവും അവസാനം ഇപ്പോൾ വന്നിരിക്കുന്നത് ഗോത്ര വകുപ്പ് അടക്കം കൈകാര്യം ചെയ്യുന്നതിന് ഉന്നത കുലജാതർ വേണം എന്ന് പറയുന്നത് ഭരണഘടനയെ തൊട്ട് സത്യം ചെയ്ത ഒരു മന്ത്രിയാണ് പറയുന്നത്. നമുക്കറിയാം ജാതിയുടെയോ മതത്തിന്റെയോ ഭാഷയുടെയോ ലിംഗത്തിന്റെയോ ജനിച്ച സ്ഥലത്തിന്റെയോ പേരിൽ ഒരു വിവേചനവും
വിവേചനവും പാടില്ല എന്ന് തന്നെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിളുകൾ മൗലിക അവകാശത്തിന്റെ ഭാഗമായി നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. ആരാ ഈ ഉന്നത കുലജാതർ? എല്ലാവരെയും സമത്വത്തോടെ കാണുവാനും സാഹോദര്യത്തോടെ കാണുവാനും വേണ്ടിയിട്ടല്ലേ നമ്മളെല്ലാം പഠിക്കുന്നതും ശ്രമിക്കുന്നതും എല്ലാം. ഏതെങ്കിലും തരത്തിൽ വിവേചനമുണ്ടെങ്കിൽ ആ വിവേചനം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ രാഷ്ട്രപതി തന്നെ നമുക്കറിയാം ഗോത്രവർഗത്തിൽപ്പെട്ട ഒരു മഹത് വ്യക്തിത്വം തന്നെയാണ്. ആ മഹത് വ്യക്തിത്വത്തിന് തന്നെ പേരുദോഷമുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവനയല്ലേ അദ്ദേഹം നടത്തിയത്? ഏറ്റവും ഒന്നാമത്തെ പദവി, ഈ രാജ്യത്തിന്റെ ഒന്നാമത്തെ പദവി, അതും ഉന്നത കുലജാതർ തന്നെ വേണമെന്ന് അദ്ദേഹം പറയുമല്ലോ അദ്ദേഹത്തിന്റെ ഈ സ്റ്റേറ്റ്മെന്റ് പ്രകാരം. ഗോത്രവകുപ്പ് ഭരിക്കുന്നയാൾ ഉന്നത കുലജാതർ വരുമ്പോൾ വേണമെന്ന് പറയുമ്പോൾ തികച്ച ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. ആ സ്ഥാനത്തിരിക്കാൻ ഒരിക്കലും അദ്ദേഹം യോഗ്യനല്ല എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇത് ഈ ചർച്ച തുടങ്ങിയ ഇൻട്രോയിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ നിരന്തരം അദ്ദേഹം നടത്തിയ പ്രസ്താവനകളുടെ തുടർച്ചയായിട്ട് വേണം തന്നെ കാണാൻ. അടുത്ത ജന്മത്തിൽ എനിക്ക് തന്ത്രി കുടുംബത്തിൽ ജനിക്കണം എന്ന് പറഞ്ഞത് ഉൾപ്പെടെ എന്ത് കാഴ്ചപ്പാടാണ് അദ്ദേഹം വച്ചുകൊണ്ടിരിക്കുന്നത്? ഒരു വിഭാഗം ആളുകൾ അടിമകളായി തുടരണം, ഭൂരിഭാഗം ജനങ്ങളും അടിമകളാണ്, ഞങ്ങൾ ഭരിക്കാനുള്ളവർ വലിയ ഉന്നത കുലജാതരാണ്, ആ ഉന്നത കുലജാതർക്ക് എല്ലാ തരത്തിലുള്ള ആനുകൂല്യങ്ങളും അവസരങ്ങളും വേണം എന്ന് പറയുമ്പോൾ നൂറ്റാണ്ടുകൾ നടത്തിയ പോരാട്ടത്തിലൂടെ നാം ഇല്ലായ്മ ചെയ്ത അന്ധവിശ്വാസവും അനാചാരങ്ങളും സാമൂഹ്യ ജീർണതയും തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും എല്ലാം ഇപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കുന്നവരാണ് ബിജെപിയുടെ നേതാക്കന്മാർ എന്ന് തെളിയിക്കുന്ന പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയത്. അവസാനം അദ്ദേഹം എന്താ പറഞ്ഞേ? മറ്റുള്ളവർക്ക് എന്തെങ്കിലും തരത്തിൽ വിഷമമുണ്ടായാൽ ഞാൻ പിൻവലിക്കുന്നു. ആ പിൻവലിക്കുന്ന പ്രസ്താവന പോലും ഇത്തരത്തിൽ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള പ്രസ്താവനയാണ്. അത് വളച്ചൊടിച്ചത് കൊണ്ട് അതിന്മേൽ ആവശ്യമില്ലാത്ത ചർച്ച നടന്നു എന്നതാണ് അദ്ദേഹത്തിന്റെ തോന്നൽ. അതുകൊണ്ട് അത് ഞാൻ പിൻവലിക്കുകയാണെന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തിന് അതിലൊരു ഖേദവുമില്ല, പറഞ്ഞത് തന്നെയാണ് അദ്ദേഹത്തിന്റെ അതുകൊണ്ട് ഒരിക്കലും മന്ത്രിസ്ഥാനത്ത് ഖേദവുമില്ല. അതെ, ശ്രീ സണ്ണിയം ഒരിക്കലും മന്ത്രിസ്ഥാനത്തിരിക്കാൻ അദ്ദേഹം യോഗ്യനല്ലെന്ന് തെളിയിച്ചിരിക്കുകയാണ്. ശരി, ശ്രീ സണ്ണിയം കപികാട്. Debate with Smriti Parithikar.